എല്ലാവർക്കും നമസ്കാരം. സമ്പദ്ശാസ്ത്ര ചിന്തകൾ എന്ന പാഠഭാഗമാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് സാമ്പത്തിക ശാസ്ത്രം, അതുപോലെ തന്നെ സാമ്പത്തിക ശാസ്ത്രം നേരിടുന്ന പ്രധാന പ്രശ്നങ്ങൾ ഏതെല്ലാമാണ് എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ? അതായത് 3 ചോദ്യങ്ങളുടെ ഉത്തരങ്ങളിലൂടെ നമ്മൾ നമ്മുടെ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പ്രധാനപ്പെട്ട 3 പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ള 2 ടോപ്പിക്സാണ് പഠിക്കാൻ പോകുന്നത്. അതായത് എന്താണ് സാമ്പത്തിക ശാസ്ത്രം, അതുപോലെ തന്നെ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ് എന്നീ കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അതുപോലെയുള്ള കുറച്ച് സാമ്പത്തിക ശാസ്ത്രജ്ഞരെ കുറിച്ചിട്ട് ആണ് നമ്മളിപ്പോൾ പഠിക്കാനായിട്ട് പോകുന്നത്. അതായത് പാശ്ചാത്യ സാമ്പത്തിക ശാസ്ത്രജ്ഞരെ കുറിച്ചും അതുപോലെ തന്നെ ഇന്ത്യയിൽ സാമ്പത്തിക ശാസ്ത്രത്തിന് സംഭാവന നൽകിയ ആളുകളെ കുറിച്ചുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ആഡം സ്മിത്തിനെ കുറിച്ചിട്ടാണ്. ആഡം സ്മിത്ത് ആരാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവാണ് ആര്? ആഡം സ്മിത്ത്. സാമ്പത്തിക ശാസ്ത്രത്തിന് വ്യക്തമായ അടിത്തറ നൽകിയ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് ആഡം സ്മിത്ത്. നേച്ചർ ആൻഡ് കോസസ് ഓഫ് ദി വെൽത്ത് ഓഫ് നാഷൻസ് എന്ന പ്രശസ്ത ഗ്രന്ഥത്തിലൂടെയാണ് അദ്ദേഹം തൻ്റെ സാമ്പത്തിക ആശയങ്ങൾ പങ്കുവച്ചത്. അപ്പോൾ ഇത്രയാണ് ആഡം സ്മിത്തിനെ കുറിച്ച് പറയുന്നുള്ളൂ. നമ്മളുടെ ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവാണ് ആഡം സ്മിത്ത്. അതായത് സാമ്പത്തിക ശാസ്ത്രത്തിന് വളരെ നല്ലൊരു അടിത്തറ, നല്ലൊരു ബേസ് നൽകിയ ആളാണ് ആര്? നമ്മുടെ ആഡം സ്മിത്ത്. അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ പങ്കുവച്ചത് നേച്ചർ ആൻഡ് കോസസ് ഓഫ് ദി വെൽത്ത് ഓഫ് നാഷൻസ് എന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലൂടെയാണ്. നമ്മൾ സിമ്പിളായിട്ട് വെൽത്ത് ഓഫ് നാഷൻസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിനെ പറയുന്നത്. മുഴുവൻ പേരാണ് നേച്ചർ ആൻഡ് കോസസ് ഓഫ് ദ വെൽത്ത് ഓഫ് നാഷൻസ്. ഇതിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ആശയങ്ങൾ പങ്കുവച്ചത്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സിദ്ധാന്തമാണ് ലെസേ ഫെയർ സിദ്ധാന്തം. ആഡം സ്മിത്തിനെ കുറിച്ച് ഓർക്കുമ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് പറയുന്ന ഒരു സിദ്ധാന്തമാണ് എന്ത്? ലെസേ ഫെയർ സിദ്ധാന്തം അഥവാ ലേസസ് ഫെയർ സിദ്ധാന്തം എന്നൊക്കെ നമ്മൾ പറയും. എന്താണ് ലെസേ ഫെയർ സിദ്ധാന്തം? സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ പരിമിതപ്പെടുത്തണമെന്നും വ്യക്തി സ്വാതന്ത്ര്യത്തിന് കൂടുതൽ പ്രാധാന്യം നൽകണമെന്നുമുള്ള ആശയമാണ് ആഡം സ്മിത്ത് മുന്നോട്ട് വെച്ചത്. ഇത് ലെസേ ഫെയർ സിദ്ധാന്തം എന്നറിയപ്പെടുന്നു. അതായത് നമ്മളുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഗവൺമെൻറ് കൺട്രോൾ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ വളരെ കുറച്ചുകൊണ്ട് വ്യക്തി സ്വാതന്ത്ര്യത്തിന് കൂടുതൽ പ്രാധാന്യം നൽകണം. ഓരോ വ്യക്തിയുടെയും ഇഷ്ടങ്ങൾക്കും അവരുടെ താല്പര്യങ്ങൾക്കും കൂടുതൽ പ്രാധാന്യം നൽകണമെന്നാണ് ലെസേ ഫെയർ സിദ്ധാന്തത്തിലൂടെ ആഡം സ്മിത്ത് പറയുന്നത്. അപ്പോൾ ആഡം സ്മിത്ത് ആണ് നമ്മളുടെ ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ്. അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൻ്റെ പേരാണ് നേച്ചർ ആൻഡ് കോസസ് ഓഫ് ദ വെൽത്ത് ഓഫ് നാഷൻസ്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു സിദ്ധാന്തമാണ് ലെസേ ഫെയർ സിദ്ധാന്തം. അതായത് സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഗവൺമെൻറ് ഇടപെടലുകൾ കുറയ്ക്കുക, അതുപോലെ തന്നെ വ്യക്തികളുടെ സ്വാതന്ത്ര്യത്തിനും താല്പര്യത്തിനും കൂടുതൽ പ്രാധാന്യം നൽകുക. ഇതാണ് ലെസേ ഫെയർ സിദ്ധാന്തം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് വ്യവസായ വിപ്ലവത്തിലൂടെ ആശയങ്ങൾക്ക് രൂപം നൽകിയ ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞനെ കുറിച്ചാണ്. വ്യവസായ വിപ്ലവത്തിന് ശേഷം അതിൻ്റെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് അല്ലെങ്കിൽ വ്യവസായ വിപ്ലവത്തിൻ്റെ ആശയത്തിലൂടെ സാമ്പത്തിക ആശയം രൂപം നൽകിയ ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞനെ കുറിച്ചിട്ടാണ് അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിനു മുമ്പായിട്ട് നമ്മൾ എന്താണ് വ്യവസായ വിപ്ലവം എന്നൊന്ന് നോക്കാം. ബ്രിട്ടനിലെ സാമൂഹിക, സാമ്പത്തിക, സാംസ്കാരിക മേഖലകളിൽ വൻ സ്വാധീനം ചെലുത്തിക്കൊണ്ട് കൃഷിയിലും വ്യവസായ ഉൽപ്പാദനത്തിലും ഗതാഗതത്തിലും ഉണ്ടായ പ്രധാന പുരോഗതികളെയാണ് വ്യവസായ വിപ്ലവം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ്? ബ്രിട്ടനിലുണ്ടായ മാറ്റം, ബ്രിട്ടനിലെ സാമൂഹികമായും സാമ്പത്തികമായും സാംസ്കാരികമായും ഉണ്ടായ മാറ്റം എവിടേക്ക് കൂടി ഉണ്ടായി? കൃഷിയിലും അതുപോലെ വ്യവസായ ഉൽപ്പാദനം, ഗതാഗതം ഇവിടേക്കൊക്കെ പടർന്നു. ഈ ഒരു ബ്രിട്ടനിലെ സാമൂഹിക, സാമ്പത്തിക, സാംസ്കാരിക മേഖലയിൽ ഉണ്ടായി കഴിഞ്ഞ മാറ്റം അത് കൃഷിയിലും വ്യവസായ ഉൽപ്പാദനത്തിലും അതുപോലെ തന്നെ ഗതാഗതത്തിലൊക്കെ എന്തുണ്ടാക്കി? മാറ്റം ഉണ്ടാക്കി. ആ മാറ്റത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വ്യവസായ വിപ്ലവം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം കൃഷി, വ്യവസായം, ഗതാഗതം, അതായത് കാർഷിക മേഖല, വ്യാവസായിക മേഖല, സേവന മേഖല, ഈ 3 പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന ഒന്നാണ്.
അപ്പോൾ ഇവിടെ കാർഷിക മേഖലയിലും വ്യവസായ മേഖലയിലും അതുപോലെ തന്നെ ഗതാഗത മേഖലയിലും വന്ന മാറ്റത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വ്യവസായ വിപ്ലവം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ വ്യവസായ വിപ്ലവത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ പരിചയപ്പെടാൻ പോകുന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞൻ അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾക്ക് രൂപം നൽകിയത്. അതാരാണെന്ന് നമുക്ക് നോക്കാം. കാൾ മാർക്സ്. കാൾ മാർക്സ് എന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞനെ കുറിച്ചാണ് അടുത്തതായിട്ട് നമ്മൾ പഠിക്കാനായി പോകുന്നത്. എങ്ങനെയാണ് അദ്ദേഹം വ്യവസായ വിപ്ലവത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടത്, അതിൽ നിന്ന് അദ്ദേഹം എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ആശയം രൂപീകരിച്ചത്. ഉൽപാദന പ്രക്രിയയിൽ തൊഴിലാളികളുടെ പങ്കാളിത്തത്തിനാണ് മാർക്സ് പ്രാധാന്യം നൽകിയത്. ഉൽപാദനത്തിൻ്റെ അടിസ്ഥാനം തൊഴിലാളികളുടെ അധ്വാനമാണ്. തൊഴിലാളികളുടെ അധ്വാനത്തിൻ്റെ പ്രതിഫലമാണ് ഉൽപ്പന്നത്തിൻ്റെ വില. നമുക്കറിയാം, ഒരു വ്യവസായ മേഖലയിൽ അല്ലെങ്കിൽ ഒരു കാർഷിക മേഖലയിൽ എന്തെങ്കിലുമൊക്കെ പുരോഗതി ഉണ്ടാണെങ്കിൽ തീർച്ചയായിട്ടും എന്തുണ്ടായിരിക്കും, സാങ്കേതിക വിദ്യകളൊക്കെ ധാരാളമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ കാൾ മാർക്സ് പറയുന്നത് എന്താണ്, ഉൽപാദനം നടക്കുന്ന ആ ഒരു പ്രവർത്തനത്തിൽ അല്ലെങ്കിൽ ഉൽപാദന പ്രക്രിയയിൽ തൊഴിലാളികൾക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത്, അല്ലെങ്കിൽ അവരുടെ പങ്കാളിത്തത്തിനാണ് അദ്ദേഹം അവിടെ പ്രാധാന്യം നൽകിയത്. കാരണം എന്താണ്, ഒരു ഉൽപാദനം, എന്തെങ്കിലും ഒരു വസ്തുവിൻ്റെ ഉൽപാദനം നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് അവിടെ പ്രവർത്തിക്കുന്ന തൊഴിലാളികൾ തന്നെയാണ്. ആ തൊഴിലാളികളുടെ അധ്വാനത്തിൻ്റെ പ്രതിഫലമാണ് എന്ത്, ഉൽപ്പന്നത്തിൻ്റെ വില എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഉൽപാദന പ്രക്രിയയിൽ കാൾ മാർക്സ് തൊഴിലാളികൾക്കാണ് പ്രാധാന്യം നൽകിയത്. ഇനി അദ്ദേഹം കൊണ്ടുവന്ന മറ്റൊരു കൺസെപ്റ്റാണ് മിച്ചമൂല്യം. എന്താണ് മിച്ചമൂല്യം എന്ന് നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, തൊഴിലാളികളുടെ അധ്വാനത്തിൻ്റെ പ്രതിഫലമാണ് എന്ത്, ഉൽപ്പന്നത്തിൻ്റെ വില. ആ ഉൽപ്പന്നത്തിൻ്റെ വിലയുടെ ഒരു ഭാഗം മാത്രം തൊഴിലാളിക്ക് പ്രതിഫലമായി നൽകുകയും ബാക്കി സിംഹഭാഗവും മുതലാളി ലാഭമാക്കി മാറ്റുകയും ചെയ്യുന്നു. ഇതിനെ മിച്ചമൂല്യം എന്ന് കാൾ മാർക്സ് വിശേഷിപ്പിച്ചു. അതായത് ഉൽപ്പന്നത്തിൻ്റെ വില എന്ന് പറയുന്നത് ഒരു തൊഴിലാളിയുടെ അധ്വാനത്തിൻ്റെ പ്രതിഫലമാണെന്ന് പറഞ്ഞു. അങ്ങനെ കിട്ടുന്ന ആ പ്രതിഫലത്തിൻ്റെ വളരെ കുറച്ചു ഭാഗം മാത്രം തൊഴിലാളിക്ക് നൽകി ബാക്കി ഭൂരിഭാഗവും ആരെടുക്കും, മുതലാളിമാരെ അവരുടെ ലാഭമാക്കി എടുക്കും. അങ്ങനെയുള്ള ലാഭത്തിനെയാണ് കാൾ മാർക്സ് ഇവിടെ മിച്ചമൂല്യം എന്ന് വിശേഷിപ്പിച്ചത്. ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള വ്യത്യാസങ്ങളില്ലാത്ത സമൂഹമായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്വപ്നം. മൂലധനം എന്ന കൃതിയിലൂടെയാണ് മാർക്സ് തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ചത്. അപ്പോൾ ആദ്യം നമ്മൾ ആഡം സ്മിത്തിനെ കുറിച്ച് പഠിച്ചിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് പഠിച്ചപ്പോൾ നമ്മൾ അവിടെ പറഞ്ഞ കൃതിയുടെ പേരെന്തായിരുന്നു, നേച്ചർ ആൻഡ് കോസസ് ഓഫ് ദി വെൽത്ത് ഓഫ് നാഷൻസ് അഥവാ വെൽത്ത് ഓഫ് നാഷൻസ്. അവിടെ അദ്ദേഹം എന്തായിരുന്നു പറഞ്ഞിരുന്നത്, ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ കുറച്ചുകൊണ്ട് വ്യക്തി സ്വാതന്ത്ര്യത്തിന് കൂടുതൽ പ്രാധാന്യം നൽകണമെന്നായിരുന്നു ആഡം സ്മിത്ത് പറഞ്ഞിരുന്നത്. ഇവിടെ കാൾ മാർക്സ് എന്തായിരുന്നു പറഞ്ഞിരുന്നത്, തൊഴിലാളികൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകണം, ഉള്ളവനും ഇല്ലാത്തവനും ഒരേ നിലയ്ക്ക് കൊണ്ടുപോകണം. അങ്ങനെയുള്ളൊരു സമൂഹമാണ് കാൾ മാർക്സിൻ്റെ സ്വപ്നത്തിലുണ്ടായിരുന്നത്. അദ്ദേഹം മിച്ചമൂല്യം എന്നൊരു കൺസെപ്റ്റ് ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രധാന ഗ്രന്ഥമാണ് ഇത്, മൂലധനം. ഇനി അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് ആൽഫ്രഡ് മാർഷൽ എന്ന് പറയുന്ന ഇക്കണോമിസ്റ്റിനെ കുറിച്ചിട്ടാണ്, അതായത് സാമ്പത്തിക ശാസ്ത്രജ്ഞനെ കുറിച്ചിട്ടാണ്. കാൾ മാർക്സിനെ തുടർന്ന് സാമ്പത്തിക ശാസ്ത്ര മേഖലയിൽ നൂതനമായ നിരവധി സിദ്ധാന്തങ്ങൾ ആൽഫ്രഡ് മാർഷൽ അവതരിപ്പിച്ചു. സമ്പത്ത് ആത്യന്തികമായി മനുഷ്യൻ്റെ ക്ഷേമത്തിന് വേണ്ടി ആയിരിക്കണമെന്നും സാമ്പത്തിക പ്രവർത്തനങ്ങളെല്ലാം മനുഷ്യക്ഷേമത്തിന് പ്രാധാന്യം നൽകുന്നതായിരിക്കണമെന്നും അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ശാസ്ത്ര തത്വങ്ങൾ എന്ന പുസ്തകത്തിലൂടെ അവതരിപ്പിച്ചു. അപ്പോൾ ഇവിടെ ആൽഫ്രഡ് മാർഷൽ എന്താണ് പറഞ്ഞത്, നമ്മളുടെ രാജ്യത്ത് നടക്കുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങൾ അഥവാ സമ്പത്ത് അതെന്തിനു വേണ്ടിയായിരിക്കണം, മനുഷ്യൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയായിരിക്കണം, മനുഷ്യന് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി, മനുഷ്യൻ്റെ ഉപയോഗങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കണം ഈ സമ്പത്ത് നമ്മൾ ഉപയോഗിക്കേണ്ടതെന്നാണ് ആൽഫ്രഡ് മാർഷൽ പറയുന്നത്. അതായത് മനുഷ്യക്ഷേമത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് വേണം ഒരു രാജ്യത്ത് സാമ്പത്തിക പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഇതാണ് ആൽഫ്രഡ് മാർഷൽ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ പേരാണ് സാമ്പത്തിക ശാസ്ത്ര തത്വങ്ങൾ. സാമ്പത്തിക ശാസ്ത്ര തത്വങ്ങൾ എന്ന പുസ്തകത്തിലൂടെയാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്, സാമ്പത്തിക പ്രവർത്തനങ്ങൾ മനുഷ്യക്ഷേമത്തിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ട് വേണം നടത്തുന്നതിന് എന്നൊരു കൺസെപ്റ്റ് ഇവിടെ പറയുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ലയണൽ റോബിൻസ് എന്ന് പറയുന്ന ഇക്കണോമിസ്റ്റിനെ കുറിച്ചിട്ടാണ്.
അദ്ദേഹം എന്താണ് പറയുന്നത്? ആദ്യമായി ഇവിടെ ഒരു കൺസെപ്റ്റ്, അതായത് 20-ാം നൂറ്റാണ്ടോടുകൂടി ഏകദേശം ജനസംഖ്യ 160 കോടിയായിട്ട് വർദ്ധിക്കാനായി തുടങ്ങിയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ജനസംഖ്യ വർദ്ധിച്ചപ്പോൾ പ്രധാനമായിട്ടും അവിടെ 2 ചോദ്യങ്ങൾ ഉയർന്നു വന്നു. ഒന്നാമത്തെ ചോദ്യമായിരുന്നു, വർദ്ധിച്ചു വരുന്ന ജനസംഖ്യയ്ക്ക് ആവശ്യമായ വിഭവങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? അതായത് ജനസംഖ്യ കൂടിയപ്പോൾ ആ വർദ്ധിച്ചു വരുന്ന ജനസംഖ്യയ്ക്ക് ആവശ്യമായിട്ടുള്ള വിഭവങ്ങൾ നമുക്ക് നമ്മുടെ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നുണ്ടോ? അതായിരുന്നു ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തേത്, പരിമിതമായ വിഭവങ്ങൾ എങ്ങനെയാണ് ഫലപ്രദമായി ഉപയോഗിക്കുന്നത്? മുന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് വളരെ കുറച്ച് വിഭവങ്ങൾ മാത്രമേ ഉള്ളൂ, പക്ഷേ എന്താണ്, നമ്മുടെ ആവശ്യങ്ങൾ വളരെ അധികമാണ്. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഈ പരിമിതമായ വിഭവങ്ങൾ ഉപയോഗിച്ച് നമുക്ക് നമ്മളുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റാനായിട്ട് പറ്റുന്നുണ്ടോ? ഇങ്ങനെ 2 ചോദ്യങ്ങളായിരുന്നു ഇദ്ദേഹം ഇവിടെ നേരിട്ടത്. ആ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ എന്ന രീതിയിലാണ് ലയണൽ റോബിൻസൺ തൻ്റെ ആശയം ഇവിടെ രൂപീകരിക്കുന്നത്. ഇത്തരം ചോദ്യങ്ങളാണ് ലയണൽ റോബിൻസ് എന്ന ബ്രിട്ടീഷ് സാമ്പത്തിക ശാസ്ത്രജ്ഞനെ വർദ്ധിച്ച ആവശ്യങ്ങളും പരിമിതമായ വിഭവങ്ങളും തമ്മിലുള്ള ബന്ധം എന്ന വിഷയത്തിലേക്ക് നയിച്ചത്. പരിമിതമായ വിഭവങ്ങൾ ഫലപ്രദമായി ഉപയോഗിക്കാൻ നമ്മുടെ ആവശ്യങ്ങൾക്ക് മുൻഗണന നിശ്ചയിക്കേണ്ടതാണെന്ന് ലയണൽ റോബിൻസ് വ്യക്തമാക്കി. അതായത് ഈ 2 ക്വസ്റ്റ്യൻസ്, നമ്മളുടെ വർദ്ധിച്ചു വരുന്ന ജനസംഖ്യയ്ക്ക് അനുസരിച്ചുള്ള വിഭവങ്ങൾ നമുക്കുണ്ടോ, നമ്മളുടെ വിഭവങ്ങൾ ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റാൻ സാധിക്കുന്നുണ്ടോ? ഈ 2 ചോദ്യങ്ങളിൽ നിന്ന് അദ്ദേഹം എന്ത് ആശയത്തിലേക്കാണ് വരുന്നത്? വർദ്ധിച്ച ആവശ്യങ്ങളും പരിമിതമായ വിഭവങ്ങളും തമ്മിലുള്ള ബന്ധം, ഇങ്ങനെ ഒരു ആശയത്തിലേക്കാണ് ഇദ്ദേഹം വരുന്നത്. അതിനുശേഷം അദ്ദേഹം പറയുന്ന ഒരു കാര്യം, നമുക്ക് വളരെ കുറച്ച് വിഭവങ്ങൾ മാത്രമേ ഉള്ളൂ, ആ വിഭവങ്ങൾ വളരെ നല്ല രീതിയിൽ ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? നമ്മുടെ ആവശ്യങ്ങൾ മുൻഗണനയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ തീരുമാനിക്കണം. അതായത് ഏറ്റവും കൂടുതൽ ആവശ്യം എന്താണോ ആ ആവശ്യമായിരിക്കണം ആദ്യം നമ്മൾ സാധിക്കേണ്ടത്. അല്ലാതെ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ഈ പരിമിതമായ വിഭവങ്ങൾ കൊണ്ട് നമുക്ക് സാധിക്കാം എന്ന് പറഞ്ഞാൽ അതൊരിക്കലും നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? മുൻഗണനയുടെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ നമ്മളുടെ മുൻഗണന നിശ്ചയിച്ചുകൊണ്ട് വേണം നമ്മൾ ആ വിഭവങ്ങളൊക്കെ ഉപയോഗിക്കാൻ. ഇതാണ് ലയണൽ റോബിൻസ് അദ്ദേഹത്തിൻ്റെ ആശയമായി ഇവിടെ പറയുന്നത്. ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് പോൾ എ സാമുവൽസൺ എന്ന് പറയുന്ന ഇക്കണോമിസ്റ്റിനെ കുറിച്ചിട്ടാണ്. അദ്ദേഹം ഇത്രേ പറയുന്നുള്ളൂ. അതായത് 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലാണ് അമേരിക്കൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനായ പോൾ എ സാമുവൽസൺ സാമ്പത്തിക ശാസ്ത്ര മേഖലയിൽ പുതിയ ആശയങ്ങൾ അവതരിപ്പിച്ചത്. 20-ാം നൂറ്റാണ്ട് തുടങ്ങുന്നതോട് കൂടിയിട്ടാണ് പോൾ എ സാമുവൽസൻ്റെ ആശയങ്ങളൊക്കെ വരുന്നത്. ഇത്രയേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ. ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക ഭദ്രത മികച്ച സാമ്പത്തിക ആസൂത്രണത്തിൻ്റെയും ശരിയായ വിഭവ വിനിയോഗത്തിൻ്റെയും ഫലമാണെന്ന് സാമുവൽസൺ പറഞ്ഞു. എന്താണ്? ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക ഭദ്രത, ഒരു രാജ്യത്തിന് നല്ലൊരു സാമ്പത്തിക സ്ഥിതി ഉണ്ടെന്ന് പറയണമെങ്കിൽ അവിടെ എന്ത് വേണം? നല്ല രീതിയിലുള്ള സാമ്പത്തിക ആസൂത്രണവും അതുപോലെ ശരിയായിട്ടുള്ള വിഭവ വിനിയോഗവും വേണം. ശരിയായ സാമ്പത്തിക ആസൂത്രണം, അതുപോലെ ശരിയായ വിഭവ വിനിയോഗം, ഈ 2 കാര്യങ്ങൾ ഒരു രാജ്യത്തുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ? ആ രാജ്യം നല്ല സാമ്പത്തിക ഭദ്രത കൈവരിച്ചു, അല്ലെങ്കിൽ ആ രാജ്യത്തിന് നല്ലൊരു സാമ്പത്തിക സ്ഥിതിയാണ് ഉള്ളതെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. ഇതാണ് ആര് പറയുന്നത്? പോൾ എ സാമുവൽസൺ പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഏറ്റവും ആദ്യം പഠിച്ചത് പാശ്ചാത്യ സാമ്പത്തിക ചിന്തകന്മാരെ കുറിച്ചിട്ടായിരുന്നു. ആരെയൊക്കെ കുറിച്ചിട്ടായിരുന്നു നമ്മളതിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത്? ഏറ്റവും ആദ്യം ആഡം സ്മിത്തിനെ കുറിച്ച് പഠിച്ചു. അദ്ദേഹം പറഞ്ഞു സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ കുറച്ചുകൊണ്ട് വ്യക്തി സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യം നൽകണമെന്ന്. രണ്ടാമത്തേതായി നമ്മൾ പഠിച്ചിരുന്നത് കാൾ മാർക്സിനെ കുറിച്ചായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആശയം എന്തായിരുന്നു? ഉള്ളവനും ഇല്ലാത്തവനും വ്യത്യാസങ്ങളില്ലാത്ത ഒരു സമൂഹം, രണ്ടുപേരും തുല്യരായി കാണുന്ന ഒരു സമൂഹമായിരുന്നു കാൾ മാർക്സിൻ്റെ സ്വപ്നം. മൂന്നാമത്തേതായിരുന്നു ആൽഫ്രഡ് മാർഷൽ. അദ്ദേഹം എന്താണ് പറഞ്ഞത്? ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക പ്രവർത്തനങ്ങൾ എപ്പോഴും അവിടുത്തെ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി ആയിരിക്കണം. ഇതായിരുന്നു ആൽഫ്രഡ് മാർഷൽ പറഞ്ഞത്. അടുത്തതായിരുന്നു ലയണൽ റോബിൻസ്. അദ്ദേഹം പറഞ്ഞത് എന്തായിരുന്നു? നമ്മൾ പരിമിതമായ വിഭവങ്ങൾ ഫലപ്രദമായി ഉപയോഗിക്കുന്നതിന് വേണ്ടി ആദ്യം നമ്മളുടെ ആവശ്യങ്ങൾക്ക് മുൻഗണന നൽകുകയാണ് വേണ്ടത്. അതായത് നമുക്ക് ഏറ്റവും കൂടുതലായുള്ള ആവശ്യം ഏതാണോ ആ ആവശ്യങ്ങൾക്ക് വേണ്ടി വേണം ആദ്യമായി നമ്മൾ ഈ വിഭവങ്ങൾ ഉപയോഗിക്കേണ്ടത്. ഇനി ഏറ്റവും അവസാനമായി നമ്മൾ പഠിച്ചത് പോൾ എ സാമുവൽസൺ എന്ന് പറയുന്ന അമേരിക്കൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനെ കുറിച്ചിട്ടായിരുന്നു.
അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി ഏറ്റവും നല്ല രീതിയിൽ ഇരിക്കണമെങ്കിൽ ഏതൊക്കെ 2 കാര്യങ്ങൾ അവിടെ ഉണ്ടായിരിക്കണം? ഒന്നാമത്തേത് ഏറ്റവും മികച്ച സാമ്പത്തിക ആസൂത്രണം ഉണ്ടായിരിക്കണം. രണ്ടാമത്തേത് ഏറ്റവും ശരിയായ വിഭവ വിനിയോഗം ഉണ്ടായിരിക്കണം. ഈ 2 കാര്യങ്ങളായിരുന്നു പോൾ എ സാമുവൽസൺ എന്ന ഇക്കണോമിസ്റ്റ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം പഠിച്ചത് പാശ്ചാത്യരായിട്ടുള്ള ആളുകളെക്കുറിച്ച്, പാശ്ചാത്യ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരെ കുറിച്ചിട്ടായിരുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് സാമ്പത്തിക ശാസ്ത്ര രംഗത്ത് ഇന്ത്യയുടെ സംഭാവനകൾ എന്തെല്ലാമാണ്, ഇന്ത്യയിൽ നിന്ന് ഏതൊക്കെ രീതിയിലാണ് സാമ്പത്തിക ശാസ്ത്ര രംഗത്തേക്കുള്ള സംഭാവനകൾ ഉണ്ടായത്, അതാണ് അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും 2 ആളുകളെയാണ് പരിചയപ്പെടുന്നത്. ഒന്നാമത്തേത് ചാണക്യൻ, രണ്ടാമത്തേത് ദാദാഭായ് നവറോജി. ആദ്യം നമുക്ക് ചാണക്യൻ, അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ശാസ്ത്രത്തിനേക്കുള്ള ഒരു സംഭാവന എന്താണെന്ന് നമുക്ക് നോക്കാം. ആരാണ് ചാണക്യൻ? ചന്ദ്രഗുപ്ത മൗര്യൻ്റെ മുഖ്യ ഉപദേഷ്ടാവായിരുന്ന ചാണക്യൻ്റെ അർത്ഥശാസ്ത്രം എന്ന ഗ്രന്ഥം ഇന്ത്യയുടെ സാമ്പത്തിക ശാസ്ത്ര സിദ്ധാന്തങ്ങളിൽ പ്രധാനമാണ്. ഫലപ്രദമായ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ അഭാവം ഒരു രാജ്യത്തെ നാശത്തിലേക്ക് നയിക്കുന്നു. രാജ്യത്തിൻ്റെ സാമ്പത്തിക പുരോഗതിക്ക് ശരിയായ നയങ്ങളുടെ പ്രാധാന്യം ചാണക്യൻ എടുത്തു പറയുന്നു. അവിടെ ചാണക്യൻ ആരായിരുന്നു? ചന്ദ്രഗുപ്ത മൗര്യൻ്റെ മുഖ്യ ഉപദേഷ്ടാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ അർത്ഥശാസ്ത്രം എന്ന ഗ്രന്ഥത്തിലൂടെയാണ് ഇന്ത്യയുടെ സാമ്പത്തിക ശാസ്ത്ര സിദ്ധാന്തം അവതരിപ്പിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സംഭാവനയാണ് ഈ അർത്ഥശാസ്ത്രം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥം. ഇവിടെ അദ്ദേഹം എന്താണ് പറയുന്നത്? വളരെ നല്ല രീതിയിലുള്ള സാമ്പത്തിക പ്രവർത്തനം ഒരു രാജ്യം മുന്നോട്ട് വച്ചില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വളരെ നല്ല രീതിയിലുള്ള ഒരു സാമ്പത്തിക പ്രവർത്തനം ഒരു രാജ്യത്ത് ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ ആ രാജ്യം എന്തായിരിക്കും? നാശത്തിലേക്ക് നയിക്കും. ആ രാജ്യം തീർച്ചയായിട്ടും ഇല്ലാതാവുമെന്നാണ് ചാണക്യൻ പറയുന്നത്. മാത്രമല്ല, രാജ്യത്തിൻ്റെ സാമ്പത്തിക പുരോഗതിക്ക് ആവശ്യമായിട്ടുള്ള ഒരുപാട് നയങ്ങളും അദ്ദേഹത്തിൻ്റെ അർത്ഥശാസ്ത്രം എന്ന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഈ രാഷ്ട്രം, മഗധ എന്ന് പറയുന്ന രാഷ്ട്രം ശരിക്കും സാമ്പത്തിക പുരോഗതിയിലേക്ക് ചെന്നതിൽ ചാണക്യൻ്റെ റോള് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് പറയുന്നത്. അപ്പോൾ ചാണക്യൻ്റെ കാര്യം ഏറ്റവും വലിയ അദ്ദേഹത്തിൻ്റെ സംഭാവന, സാമ്പത്തിക ശാസ്ത്ര രംഗത്തേക്കുള്ള ചാണക്യൻ്റെ ഏറ്റവും വലിയ സംഭാവന എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥമായിട്ടുള്ള അർത്ഥശാസ്ത്രം തന്നെയാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ദാദാഭായ് നവറോജി എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനൊരു സാമ്പത്തിക ശാസ്ത്രജ്ഞൻ തന്നെയാണ് ദാദാഭായ് നവറോജി. അദ്ദേഹത്തെ കുറിച്ചിട്ടാണ് അടുത്തതായിട്ട് നമ്മൾ പഠിക്കാനായി പോകുന്നത്. ഇവിടെ ദാദാഭായ് നവറോജിയുടെ സാമ്പത്തിക ശാസ്ത്ര രംഗത്തേക്കുള്ളൊരു അദ്ദേഹത്തിൻ്റെ ഒരു സംഭാവന എന്ന് പറയുന്നത് ചോർച്ച സിദ്ധാന്തം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ്. അതാണ് അദ്ദേഹം സാമ്പത്തിക ശാസ്ത്ര രംഗത്തേക്ക് അദ്ദേഹത്തിൻ്റെ ഒരു സംഭാവനയായിട്ട് നൽകിയിട്ടുള്ളത്. എന്താണ് ചോർച്ച സിദ്ധാന്തം എന്ന് നമുക്ക് നോക്കാം. ദാദാഭായ് നവറോജിയുടെ പ്രധാന സംഭാവനയാണ് ചോർച്ച സിദ്ധാന്തം. ഇന്ത്യയുടെ സമ്പത്ത് ഇംഗ്ലണ്ടിലേക്ക് പലതരത്തിൽ ചോർത്തിക്കൊണ്ടുപോയിരുന്നു. ശമ്പളമായും സമ്മാനമായും നികുതിയായുമായിരുന്നു ഈ സാമ്പത്തിക ചോർച്ച. അപ്പം ഇവിടെ ചോർച്ച സിദ്ധാന്തം എന്ന് പറയുന്നത് വേറൊന്നുമല്ല, ഇംഗ്ലണ്ടിലേക്ക് ഇന്ത്യയിൽ നിന്ന് ഒരുപാട് സമ്പത്ത് പല രീതിയിൽ ചോർത്തി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. നമ്മളുടെ ഇന്ത്യയുടെ സമ്പത്ത് കുറേ രീതിയിൽ അവരെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഇംഗ്ലണ്ടുകാർ കൊള്ളയടിച്ച് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അത് പല രീതിയായിരുന്നു. ഒന്ന് ശമ്പളം, അതുപോലെ സമ്മാനങ്ങൾ, നികുതി, ഇങ്ങനെയുള്ള രൂപങ്ങളിലായിരുന്നു ഇംഗ്ലണ്ടിലെ ആളുകൾ നമ്മളുടെ ഇന്ത്യയിലത്തെ സമ്പത്തൊക്കെ കൊള്ളയടിച്ച് കൊണ്ടുപോയിരുന്നത്. ആ കൊള്ളയടിച്ച് കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ ഇങ്ങനെയുള്ള നമ്മുടെ സമ്പത്തിൻ്റെ ചോർച്ചയാണ് ഇന്ത്യയുടെ ദാരിദ്ര്യത്തിന് കാരണമെന്നാണ് ദാദാഭായ് നവറോജി പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ ഒരു കണ്ടെത്തലിനെയാണ് ചോർച്ച സിദ്ധാന്തം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുതന്നെയാണ് സാമ്പത്തിക ശാസ്ത്ര രംഗത്തേക്കുള്ള ദാദാഭായ് നവറോജിയുടെ ഒരു പ്രധാന സംഭാവന, ചോർച്ച സിദ്ധാന്തം. ഇനി എന്താണ് നമ്മളുടെ ഇന്ത്യയിൽ ഈ സമ്പത്ത് ഇങ്ങനെ ചോർന്നു പോകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയെന്നാണ് അവസാനമായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇന്ത്യയിലെ സമ്പത്തിൻ്റെ ചോർച്ചയ്ക്കുള്ള പ്രധാന കാരണങ്ങൾ, പ്രധാനമായിട്ടും 4 കാരണങ്ങളാണ് പറയുന്നത്. ഒന്നാമത്തേത്, ഇന്ത്യയിൽ ജോലി ചെയ്തിരുന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് ഉയർന്ന ശമ്പളം നൽകൽ. എന്താണ്, നമ്മുടെ ഇന്ത്യയിൽ ഒരുപാട് കമ്പനികളൊക്കെ അവർ തുടങ്ങി. ആ കമ്പനിയിൽ ഒരുപാട് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ഇന്ത്യയുടെ സമ്പത്ത് എടുത്തിട്ട് അവരെന്ത് ചെയ്തു? ഈ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്കൊക്കെ ഉയർന്ന രീതിയിലുള്ള ശമ്പളം നൽകാൻ തുടങ്ങി. രണ്ടാമത്തേത്, ഇന്ത്യയിലെ അസംസ്കൃത വസ്തുക്കൾ തുച്ഛമായ വില നൽകി ശേഖരിച്ച് അത് കൊണ്ടുപോയി ഉൽപ്പന്നങ്ങൾ കൂടിയ വിലയ്ക്ക് ഇന്ത്യൻ കമ്പോളത്തിൽ തന്നെ വിറ്റഴിക്കൽ.
അതായത് നമ്മളുടെ വിഭവങ്ങൾ, ഇന്ത്യയിലെ വിഭവങ്ങൾ അവർ വളരെ കുറച്ച് പൈസയ്ക്ക് എന്ത് ചെയ്തു, ഇന്ത്യക്കാരിൽ നിന്ന് വാങ്ങി. അതിനുശേഷം അതുകൊണ്ടുണ്ടാക്കിയ ഉൽപ്പന്നങ്ങൾ അവർ ഇന്ത്യയിൽ തന്നെ വളരെ കൂടിയ വിലയ്ക്ക് വിൽക്കാനായിട്ട് തുടങ്ങി. അതാണ് രണ്ടാമത്തെ ഒരു കാരണം. മൂന്നാമത്തേത്, ബ്രിട്ടൻ്റെ സാമ്രാജ്യത്വ വികസനത്തിന് വേണ്ടി ഇന്ത്യൻ സമ്പത്ത് കൊള്ളയടിക്കൽ. അതായത് നമ്മളുടെ അവർക്ക് സാമ്രാജ്യം വളർത്തിയെടുക്കുക, അല്ലെങ്കിൽ അവരുടെ ആ ഒരു വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് അവർ ഇന്ത്യയിലെ സമ്പത്തൊക്കെ അവർ കൊണ്ടുപോയി. അതാണ് മൂന്നാമത്തെ ഒരു കാരണം. ഏറ്റവും അവസാനമായിട്ട് പറയുന്നത്, ഇന്ത്യൻ തൊഴിലാളികളെ അടിമകളെ പോലെ പണിയെടുപ്പിക്കുകയും കാർഷിക വ്യാവസായിക ഉൽപ്പന്നങ്ങൾ ബ്രിട്ടനിലേക്ക് കയറ്റി അയക്കുകയും ചെയ്തു. അതായത് നമ്മളുടെ ഇന്ത്യയിലത്തെ തൊഴിലാളികൾക്ക് വളരെ തുച്ഛമായ ശമ്പളം നൽകിക്കൊണ്ട് അവരെ കൊണ്ട് ഒരുപാട് ജോലികൾ അവർ ചെയ്യിപ്പിച്ചു. മാത്രമല്ല നമ്മുടെ കാർഷിക വ്യാവസായിക ഉൽപ്പന്നങ്ങൾ അവർ ബ്രിട്ടനിലേക്ക് കയറ്റി അയക്കുകയും ചെയ്തു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത്. മെയിനായിട്ട് നമ്മൾ പഠിച്ചത്, ഒന്നാമത്തേത് എന്തായിരുന്നു, പാശ്ചാത്യ സാമ്പത്തിക ശാസ്ത്രജ്ഞരെ കുറിച്ചിട്ടായിരുന്നു ഒന്നാമത് പഠിച്ചത്. അത് 5 ആളുകളെക്കുറിച്ചും അവരുടെ ആശയങ്ങളെക്കുറിച്ചും നമ്മൾ പഠിച്ചു. രണ്ടാമത്തേത് നമ്മുടെ ഇന്ത്യയുടെ സംഭാവനയെക്കുറിച്ചിട്ടാണ് നമ്മൾ പഠിച്ചത്. അതിൽ മെയിനായിട്ടും ചാണക്യൻ, ദാദാഭായ് നവറോജി ഇവരെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്തിരിക്കുന്നത്. താങ്ക്